ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ഈ മിനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എൻ്റെ ജീവിതം ഇത്രയും താറുമാറായിപ്പോയത്. കാരണം അവിടെ അടുത്തേക്ക് പുള്ളി ഞങ്ങൾ തീർത്തും പോകുകയും ചെയ്തു. വീട്ടിലേക്ക് നോക്കുകയോ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ. അവിടെ ഇങ്ങനെ ദിവസം പോവോ, ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ പോവോ? മിനിയുടെ അടുത്ത് ദിവസം പോകുന്നത്. കാരണം അവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ അവിടെ. അവളുടെ ഭർത്താവില്ലേ അവിടെ? അവിടെ ഭർത്താവുണ്ട്. അയാൾക്ക് കള്ള് മേടിച്ചു കൊടുക്കും, ബ്രാൻഡ് മേടിച്ചു കൊടുത്തോണ്ട് അയാൾ. ഇപ്പോഴും ഭർത്താവ് കൂടെ ഉണ്ടോ? ഇപ്പൊ അയാള് ജയിലിലാണ്. അതെന്തിനാ? അവള് കള്ളക്കേസ് കൊടുത്തു. എന്റെ ഭർത്താവിനോട് ജീവിക്കാൻ വേണ്ടി അവള് കള്ളക്കേസ് കൊടുത്തു. അയാളെ ഇപ്പൊ 9 മാസം അയാൾ ജയിലിൽ കിടക്കുകയാണ്. കള്ളക്കേസ് കൊടുത്തോ സ്വന്തം ഭർത്താവിനെതിരെ? ഇപ്പൊ ഭർത്താവ് അവളുടെ കൂടെയാണ്? അവിടെ കൂടിയാണ് താമസിക്കുന്നത്. എന്റെ പിള്ളേർ നോക്കും, അന്വേഷിക്കും, ഒന്നും ചെയ്യും. അശ്വതി താമസിക്കുന്നതോ? എന്റെ അമ്മയുടെ കൂടെ എന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. കുട്ടികൾ എവിടെയാ? കുട്ടികൾ ഭർത്താവിന്റെ വീട്ടില്. അതെന്താ കുട്ടികൾ ഭർത്താവിന്റെ കൂടെ? എന്റെ അടുത്തേക്ക് പിള്ളേരെ തന്നുവിടുകയില്ലായിരുന്നു. അങ്ങനെയില്ലല്ലോ, അമ്മയുടെ അടുത്തല്ലേ പിള്ളേര് കൊടുക്കുന്നത് സാധാരണ. എന്റെ അടുത്തേക്ക് പിള്ളേരെ തന്നുവിടല്ലേ മേഡം. അത് ആശുപത്രിയിലൊക്കെ ഞാൻ കിടന്നു. അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടോ? പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊച്ചു പിള്ളേരല്ലേ? എത്ര നിങ്ങൾ പിരിഞ്ഞിട്ട് 2 കൊല്ലായി അല്ലേ? ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് 3.5 വർഷം കഴിഞ്ഞു. 3.5 വർഷം പിള്ളേര് വന്ന് അമ്മയപ്പന്റെ കൂടെയാണ്. നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണ് വീട്ടിൽ നിന്ന് പോയത്? എന്നെ തല്ലി എനിക്ക് എന്റെ മൂക്കിക്കൂടെ വായിക്കൂടെ ചോര വന്നു. ഈ മിനിയുടെ പ്രശ്നം പറഞ്ഞ് വീട്ടിൽ നിന്നും വഴക്കായിരുന്നു. അന്നേരം എനിക്കും പിള്ളേർക്ക് ചെലവിനൊന്നും തരാതെയായിരുന്നു പുള്ളി. അന്നേരം അമ്മ പറയും, ഇപ്പം ഞങ്ങൾക്ക് പ്രായമായിട്ടിരിക്കുകയാണ്, എപ്പോഴും ഇപ്പം നിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാൻ പറ്റും, പിള്ളേരും വളർന്നു വരികയാണ്, അതുകൊണ്ട് നിനക്ക് ഞങ്ങളിപ്പോൾ പണിക്ക് പോകാൻ പറയുമല്ല, എന്നാലും നീ നിന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന എന്തെങ്കിലും പണിക്ക് പോകാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങി. ഈ ചിരട്ടയുടെ ഒരു കമ്പനിയായിരുന്നു. അവിടെ ചെന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ ആഴ്ച പൈസ കിട്ടും. ആ പൈസ ഞാൻ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് പൈസ അമ്മ പറയുന്നത് നിനക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണം. ഞാൻ പറയും എനിക്കിപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊന്നുമില്ല, ഈ പൈസ നമുക്ക് കൂട്ടി വെക്കും. അന്നേരം പെരപണിയൊന്നും പൂർത്തിയായിട്ടൊന്നുമില്ല. ഇങ്ങനെ സൺഷെയ്ഡ് പൊക്കെ ആക്കിയിട്ട് ഷീറ്റ് ഇട്ടേക്കുവാണ്. കറണ്ടും ഉണ്ട്, വെള്ളമുണ്ട്. വീട്ടിലേന്ന് പറഞ്ഞാൽ പിന്നെ ഈ റേഷനരിയാണ് മേടിക്കുന്നത്. പുള്ളി വീട്ടിലേക്ക് വരുവോ, ചിലവ് നോക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ അച്ഛന് കിട്ടുന്ന പൈസ കൊണ്ട് അച്ഛൻ വീട്ടിലേക്കുള്ള കിട്ടുന്ന കാശുണ്ട്. പിന്നെ കൃഷി ഇല്ല. അന്നേരം സാധനങ്ങൾ മാറ്റുമായിരുന്നു വീട്ടിൽ നിന്ന്. പിള്ളേരെ വിട്ടിട്ട് പോകാൻ കാരണം എന്താ? പിള്ളേരെ വിട്ടിട്ട് പോകാൻ കാരണം എന്നെ തല്ലി ഞാൻ ഇങ്ങനെ ആശുപത്രി അഡ്മിറ്റ് ആയി. അയാൾ അവിടെയല്ലേ താമസം? തല്ലി ഇടയ്ക്ക് വരും. അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കമ്പനിയിൽ പോയി കണ്ണിൽ കമ്പി കയറി പിന്നെ കൃഷ്ണമണിക്കുള്ളിലേക്ക് കമ്പി കയറിപ്പോയി. അങ്ങനെ പിന്നെ അവിടെ ബോധം കെട്ടി വീണിട്ട് കമ്പനിയിൽ നിന്ന് ഞങ്ങളുടെ സൂപ്പർവൈസർ പിന്നെ അവിടെ നിന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചേച്ചിയും കൂടി അവിടെ നിന്ന് വണ്ടി വിളിച്ച് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അന്നേരം മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് എൻ്റെ ബോധം തെളിഞ്ഞു. ആ ഓട്ടോയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് മുരുകൻ്റെ നമ്പർ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്പർ അറിയാം ചേച്ചി, ഒന്ന് വിളിച്ചാലും കിട്ടുമെന്ന്. പുള്ളി ഇപ്പം ഇങ്ങോട്ടേക്ക് വരാറൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ നമ്പർ ഞങ്ങൾ വിളിച്ച് നോക്കാം ഇങ്ങനെ പറഞ്ഞു അവർ നമ്പർ മേടിച്ച് വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുരുകൻ ഇങ്ങനെ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ അശ്വതിയുടെ കണ്ണിൽ കമ്പി കയറി, അതുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മുരുകൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ പെരുമ്പാവൂരുണ്ട് ചേച്ചി, എന്നാൽ നിങ്ങളെ പെരുമ്പാവൂർക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ആശുപത്രി കയറ്റി കണ്ണിൽ നിന്ന് കമ്പി എടുത്ത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കൃഷ്ണമണി 2 പിളർന്ന് പോയേക്കാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ കാഴ്ച കിട്ടുമെന്ന് അറിയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്കമാലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോക്കണം പറഞ്ഞ് എന്നെ അങ്കമാലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കണം, സ്കാൻ ചെയ്യുന്നതിന് 3000 രൂപയാകുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പൈസ തരാം, പൈസ എന്നിട്ട് എനിക്ക് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് പൈസ തരണം, എനിക്ക് പണിക്കാർക്ക് പൈസ കൊടുക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളി അവിടെ പൈസ അടിച്ച് സ്കാൻ ചെയ്ത് അന്ന് തന്നെ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത്. അന്നേരം വൈകുന്നേരം ആയി കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് മാറ്റി കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് ഞാൻ പോകുമോ, ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്നിങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ നാത്തൂനെ വിളിച്ച് വരുന്നത്, പുള്ളിയുടെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു എടി ഇന്നപോലെ ബിന്ദു എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നുണ്ട്, ബിന്ദുവിൻ്റെ കണ്ണിൽ കമ്പി കയറി, അവളിങ്ങനെ LF ആശുപത്രിയിലുണ്ട്, നീ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. നാത്തും പറഞ്ഞാടാ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നാത്തും വന്ന് അന്നത്തെ ദിവസം നിന്ന്. അതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റില്ല, നാളെ അവിടെ അമ്മേനെ വിളിച്ചിട്ട് അവിടെ അമ്മയോട് വന്ന് നിൽക്കാൻ പറയാൻ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പുള്ളി അങ്ങോട്ടേക്ക് പോയി. പുള്ളി നേരെ പോയി മിനിയുടെ അടുത്തേക്ക് തന്നെ പോയി. നിങ്ങൾ പിണങ്ങി പോകാൻ എന്താ കാര്യം അത് പറയും? പിണങ്ങി പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ മിനി ഇങ്ങനെ മിനിയുടെ കൂടെ അങ്ങനെ സ്ഥിരമായിട്ട് പോയി വീട്ടിൽ നോക്കുക അന്വേഷിക്കുകയൊന്നും ചെയ്യില്ല, എൻ്റെ മക്കളെയും കാര്യങ്ങളൊന്നും നോക്കുക അന്വേഷിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇവർ അച്ഛനും അമ്മയ്ക്കും ചിലവിനും കൊടുക്കൂല. അങ്ങനെ കഴിയുമ്പോൾ വീട്ടിൽ കിടന്ന് വിഷയമായി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനിയൊന്നും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇത് എൻ്റെ പേരിലേക്കുള്ള സ്ഥലവും വരെയാണ്, അതുകൊണ്ട് അവന് നിൻ്റെ യാതൊരു ഇതൊന്നുമില്ല, അവകാശങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവൻ പോയേക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കാനോ എടുക്കാനോ പറ്റുമെന്നില്ല, അതുകൊണ്ട് നീ
എന്താ വെച്ചാൽ നിന്റെ വീട്ടുകാരെ വിളിച്ച് എന്താ വെച്ചാൽ തീരുമാനിച്ചു മോൻ പോയത് കാരണം മരുവണം പോവാന്ന് പറഞ്ഞു. അവർ ഏറ്റെടുത്തോ? പിള്ളേരെ ഞങ്ങൾ നോക്കിയോളാന്ന് ഏറ്റെടുത്തു? അവരേറ്റെടുത്തില്ല. എന്റെ ഭർത്താവ് അവിടെ ബലമായിട്ട് മക്കളെ പിടിച്ചു നിർത്തിയേക്കുകയോ ചെയ്തേക്കുന്നത്. നിങ്ങളോട് പറഞ്ഞോ കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കണം? കുട്ടികളെ ഞാൻ വിട്ടുതരുമില്ല, അവരെ എന്റെ അടുത്ത് തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു അവിടെ ബലമായിട്ട് പിടിച്ചു നിർത്തിയേക്കുകയോ ചെയ്യുന്നത്. കൂടെ കൂടെ പോയി കാണോ? കുട്ടികളെ പോയി കാണുമായിരുന്നു? അടിച്ച് ബോധം കെടുത്തതിന്റെ കാര്യം എന്താ അശ്വതിയെ? അതെന്താ കാരണം? അത് ഈ മിനിയുടെ വിഷയം പറഞ്ഞിട്ടാണല്ലേ? ആ അശ്വതി അമ്മായിയമ്മ ഒരു ദിവസം അടിച്ചോ? അമ്മായിമ്മനെ ഞാൻ അടിച്ചോ? ഇല്ല, ഞാൻ അടിച്ചിട്ടില്ല. അടിച്ചിട്ടില്ല? ഉറപ്പാണ്? ഉറപ്പാണ്. ഇവിടെ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ വന്ന് പിടിച്ചപ്പോൾ ഇവിടെ കരണക്കുറ്റിക്കിട്ട് അടിക്കുക, നിനക്ക് എന്താ കാര്യമൊന്നും ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി തല്ലുകൊള്ളായിരുന്നു പറ്റും, ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമാണ്, ഇവർക്ക് രണ്ടുപേർക്കും പണിയെടുക്കാം. അല്ല പോലെ അറിയാം. ഇല്ല, എന്റെ ഭർത്താവ് ഇങ്ങനെ എന്നെ തെറി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എന്റെ വീട്ടുകാരെ എന്നെ ഇപ്പൊ തെറി പറയാം, എന്റെ വീട്ടുകാരെ കൂട്ടി തെറി പറയാം. അന്നേരം ഞാൻ പറയും എന്നെ എന്താ വേണം പറഞ്ഞു, എന്റെ അമ്മേനെ അങ്ങനെയൊന്നും തെറി പറയാൻ പറ്റൂല എന്ന് പറയും. അന്നേരം നിന്റെ അമ്മേനെ അങ്ങനെ തെറി പറയും, നീ എന്നെ ചെയ്യൂണേ. ഞാൻ പറയും എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുമെന്നില്ല, അവരെ ആവശ്യമില്ലാതെ തെറി പറയേണ്ട കാര്യമില്ല, കാരണം എന്നെയാണ് വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് എന്നെ എന്ത് വേണം പറഞ്ഞോളാം പുള്ളിക്ക് എന്ത് പറഞ്ഞിട്ടാണ് പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. മുരുകൻ എന്തിനാ അമ്മായിമ്മ അടിച്ച? അവന്റെ അമ്മയെ അടിച്ചത്? മുരുകൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചല്ലേ അടിച്ചത്? എന്റെ രണ്ടാമത്തെ മോനെ പ്രസവിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേനും അമ്മയ്ക്ക് നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിനടിച്ചോ? അമ്മയുടെ ആങ്ങളയുടെ മോടെ കല്യാണം അമ്മയ്ക്ക് അങ്ങോട്ടേക്ക് പോണോന്ന് പറഞ്ഞു. ശരി, അതിന് ആണ് അടിച്ചത്? എന്റെ അമ്മയായിട്ട് വിഷയം ഉണ്ടായി. അങ്ങനെ എന്റെ അമ്മനെ അത് കേൾക്കാൻ കൂടെ ഒത്തിരി എന്റെ അമ്മയായിട്ട് അവിടെ ഞാൻ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കി. അന്നേരം എന്നെയും കുഞ്ഞിനെ നോക്കാൻ പറ്റൂല എന്നും പറഞ്ഞോണ്ട് അങ്ങനെ പിന്നെ മുരുകനുമായിട്ട് വഴക്കുണ്ടാക്കി. മുരുകൻ അമ്മനെ തല്ലി. അങ്ങനെയാണ് അവര് തമ്മിൽ അങ്ങനെ വിഷയം ഉണ്ടാവുകയോ ചെയ്തത്. എത്ര അടി അടിച്ചു? വൈകുന്നേരം രാവിലെ നല്ലപോലെ വഴക്കായിരുന്നു വീട്ടിൽ കിടന്ന്. എത്ര അടി അടിച്ചു അമ്മയെ? അമ്മേനെ 2-3 അടി അടിച്ചു കാണുമായിരിക്കും. അമ്മ താഴെ വീണോ? താഴെ വീണൊന്നുമില്ല, ഞാൻ അടിക്കുന്ന പിടിക്കാനോ തടുക്കാനൊന്നും പോയില്ല? ഞാൻ പോയി, എനിക്കിട്ടും ഞാൻ പ്രസവിച്ച് കിടക്കാൻ എന്നിട്ട് ഞാൻ ചെന്ന് ഇടയ്ക്ക് കയറി നിന്നപ്പോഴത്തേന് എനിക്കിട്ടും തല്ലി. അത് ശരി. അതിനാണ് ഇപ്പൊ രണ്ടുപേര് പിരിഞ്ഞിരിക്കുകയാണ്. അശ്വതിയുടെ ജീവിതത്തെ കുറിച്ച് അശ്വതിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, നമുക്ക് ചോദിക്കാം. അശ്വതിയുടെ അമ്മയുടെ പേരെന്താ? ശാന്തമ്മ. ശാന്തമ്മ. എത്ര മക്കളുണ്ട് ശാന്തമ്മയ്ക്ക്? 2 മക്കൾ. ഈ മൂത്തതാണ് ഇളയതാണോ? ഇളയത്. ഇളയതാണ് അല്ലേ? മൂത്തത് ആണോ പെണ്ണോ? ആണ്. ആണല്ലേ? കെട്ടിച്ചതല്ലേ? കെട്ടി. അതെവിടെയാ? എറണാകുളത്ത്. നിങ്ങളുടെ കൂടെ അല്ല? അല്ല. നിങ്ങൾ എവിടെയാ താമസം? ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിലല്ലേ? ഒറ്റയ്ക്കാണോ താമസം? ഞാനും മോളും. ഓ, ഇപ്പോ? അതിനു മുമ്പോ? അതിനു മുമ്പ് മോനുണ്ടായിരുന്നു. മോനുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ജോലിയായിട്ട് പോയി അല്ലേ? ഭർത്താവ് മരിച്ചിട്ട് എത്ര നാളായി? 22 വർഷമായി. 22 വർഷമായിട്ട് പിള്ളേരെല്ലാം വളർത്തി. എങ്ങനെയാ അവരെയൊക്കെ വളർത്തി എടുത്തത്? കൂലിപ്പണി ചെയ്തു. അയ്യോ. കല്യാണം കഴിഞ്ഞപ്പോൾ മോൾക്ക് എത്ര സ്വർണം കൊടുത്തു? 10 പവൻ്റെ സ്വർണം. 10 പവൻ്റെ സ്വർണം കൊടുത്തു? 15,000 രൂപ. ആണോ? അതൊക്കെ എങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തി വെച്ചോ? അതെ. അല്ല ആദ്യമേ ഉണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഞാനും മോനും എൻ്റെ അമ്മയും കൂടി ഉണ്ടാക്കി കൊടുത്താണല്ലേ? അമ്മയുണ്ടോ ഇപ്പോൾ കൂടെ? ഇല്ല, അമ്മ മരിച്ചു. മരുമകൻ എങ്ങനെയാ? മരുമകൻ നല്ല മകനായിരുന്നു. ആയിരുന്നു. കുറച്ച് നാൾ കൊണ്ട് മാത്രമേ അവനിൽ മോശം കണ്ടുള്ളൂ. ഈ മിനിയുമായിട്ട് ബന്ധം? അതെ. എൻ്റെ മകനെ പോലെ ഞാൻ അവനെ സ്നേഹിച്ചു. അതിനു മുമ്പൊക്കെ വലിയ സ്നേഹമായിരുന്നു നിങ്ങളോടൊക്കെ, വീട്ടുകാരോടൊക്കെ? എല്ലാവരോടും. അമ്മയോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ശാന്തമ്മയോട്? അമ്മായിമ്മ എങ്ങനെയാ? അമ്മായിയമ്മ ആദ്യമേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല സ്ത്രീയായിരുന്നു. അമ്മായിയച്ഛനും കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പം. ഇവളെ അവർക്ക് ജീവനായിരുന്നു. എല്ലാം ഈ ഒരു സ്ത്രീ നിമിത്തമാണ് അവരുടെ കുടുംബം താളപ്പിഴയായത്. പക്ഷേ ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവർ പോയി അമ്മായിമ്മയൊക്കെ തല്ലിയില്ലേ? തല്ലാമോ അമ്മായിമ്മയെ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മായിമ്മ തല്ലാമോ? ഇല്ല മാഡം, ഞാൻ തല്ലിയിട്ടില്ല. തല്ലീന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ തല്ലിയിട്ടില്ല. കാരണം എന്റെ ഭർത്താവ് ഇങ്ങനെ എന്റെ കൈ രണ്ടും കൂടി ഇങ്ങനെ പുറകോട്ടി പിടിച്ച് ഇങ്ങനെ വെക്കുമായിരുന്നു. പിടിച്ച് വെച്ചിട്ട് എന്റെ അമ്മ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നോട് അമ്മായിമ്മ എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇതിൻ്റെ അകത്ത് കൊന്നാലും ഒരു പട്ടിയും ചോദിക്കാനില്ലാടിന്നും പറഞ്ഞിട്ട് അവരെന്നെ ദേഹോദരം ചെല്ല. ഞാൻ അവരൊന്നും തല്ലിയില്ലേ? ഇല്ല, ഞാൻ തല്ലിയിട്ടില്ല അവരെ. ഞാൻ ഇന്ന് വരെ ഞാൻ അച്ഛനെയും അമ്മേനെയും ഒന്നും ഞാൻ വാഗോണ്ട് എന്തെങ്കിലും പറയില്ല. ഞാൻ അവരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഭർത്താവാണ് തല്ലിയത്. എന്തിനാ മോളെ ഇപ്പൊ വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോയേ?
മോളെ വിളിച്ചുകൊണ്ട് പോയത് മാഡം എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ ഒരു പെറ്റമ്മയും കണ്ടിട്ട് സഹിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ എൻ്റെ മോനെ കൂട്ടിക്കൊണ്ട് പോയത്. എന്താ കണ്ടത്? പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലിക്കൊല്ലുമായിരുന്നു. എല്ലാം തൊലിയില്ലാതെ അവൾക്ക് മറ്റൊന്നും ഇല്ലായിരുന്നു, ഉടുക്കാൻ തുണി പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഈ മിനി സംഭവത്തിന് ശേഷമാണോ ഇത്? അതെ. അതിന് മുമ്പൊന്നും തല്ലില്ലായിരുന്നു. ഇതിന് മുമ്പ് ഒരു 15 ദിവസം മോളൊന്ന് വീട്ടിൽ താമസിച്ചോ? അതും ഈ സംഭവം കൊണ്ടാണ്. ഈ കുട്ടികളെ എന്തിനാ അവിടെ വിട്ടിട്ട് വന്നത്? അമ്മയുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? കുട്ടികളെ ഇവർ വീട്ടിൽ തരികയില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ച് നോക്കി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ. ലാസ്റ്റ് മുരുകൻ്റെ ഞങ്ങളുടെ വക്കീലിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. കുഞ്ഞുങ്ങളെ ആഴ്ചയിൽ 5 ദിവസം സ്കൂളിൽ പഠിത്തമുള്ള ദിവസം 5 ദിവസം സ്കൂളിൽ നിന്ന് പഠിക്കാനും വെള്ളിയാഴ്ച വൈകുന്നേരം അശ്വതി വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ അടുത്തടുത്താണോ? അല്ല, ഇവർ പെരുമ്പാവൂർ, ഞാൻ ഏറ്റുമാനൂരുവാ. അത്രയും ദൂരെ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടു പോകണം. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് മുമ്പ് സ്കൂളിൽ കൊണ്ടേ ആക്കണം. 9 മണി കഴിഞ്ഞ് ഒരു ദിവസം കൂട്ടിക്കൊണ്ടു പോയപ്പം പെരുമ്പാവൂർ അടുക്കാറായപ്പോഴത്തേക്കും വഴി ബ്ലോക്കായി പോയി. അപ്പോൾ ഇവളുടെ ഈ കണ്ണിന് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കണ്ണിന് പഴുപ്പായിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു, ഇത്രയും ദൂരെ ഈ കാറ്റും കൊണ്ട് ഞാൻ പോകുന്നില്ല, അമ്മ കുഞ്ഞുങ്ങളെ കൊണ്ടേ ആക്കാൻ പറഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണ്. മൂവാറ്റുപുഴയൊക്കെ അടുത്തപ്പോഴത്തേക്കും അന്നേരം ഈ വഴി നന്നാക്കുന്നതുകൊണ്ട് വഴി ബ്ലോക്കായിപ്പോയി. ഒരു അരമണിക്കൂറോളം വഴി താമസിക്കേണ്ടി വന്നു. അങ്ങനെ കുട്ടികളെയും കൊണ്ട് ചെന്നപ്പോഴത്തേക്കും സ്കൂളിൽ ബെല്ലടിച്ച് കുട്ടികളെ എല്ലാം കയറ്റി. കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയിട്ട് വേണം പുസ്തകം എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പം മുരുകൻ സ്കൂളിൻ്റെ വാതൊക്കെ വണ്ടിയായിട്ട് നോക്കി നിൽക്കുക ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അശ്വതിയോടെ കൊണ്ടുപോകാവുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് കൊണ്ടുപോകുക, കുഞ്ഞുങ്ങളോട് അവിടെ കൊണ്ടുപോകുക, ഇവരുടെ വീട്ടിൽ ചെല്ലുക ഒന്നും ചെയ്യരുത് അല്ല, മുരുകനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളെയോ അല്ലെ ഇനി ഞങ്ങളെയോ തിരിച്ച് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കില്ലോ എന്നുള്ള പേടിയിലാണ് അതുവരെ ഞാൻ കൊണ്ടുപോകാതിരുന്നത്. പിള്ളേരെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ ഇവരുടെ വീട്ടിലേക്ക് പോയപ്പം മുരുകൻ ഫോണിൽ കൂടെ വിളിച്ചേച്ച് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്. എന്നെ പറയാനുള്ള അനാവശ്യം മുഴുവനും ആ പെണ്ണിനെ പറഞ്ഞു. അവൾ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ചെന്നപ്പം പറഞ്ഞു, അമ്മ എന്നെ പോലെ അളിയൻ വിളിച്ചു. അശ്വതി എവിടെയായിരുന്നു? അശ്വതി വീട്ടിലുണ്ട്. ഇനി അതിനൊരു വിഷയം ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് അന്ന് മുതൽ ഞാൻ പിള്ളേരെ കൊണ്ടുപോകാറുമില്ല. പിള്ളേരെ എന്നോട് മുരുകൻ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുമോ പിള്ളേരെ കാണാനോ എൻ്റെ കൂടെ വിടാനോ ഒന്നും പിള്ളേരെ കാണിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനോട്ട് പോകാറുമില്ല. പിന്നെ അങ്ങനെ 2 വർഷം മൊത്തം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാണാതിരുന്നു. ഇവള് മാസത്തിലൊരിക്കൽ പോയി കുഞ്ഞുങ്ങളെ കണ്ടേച്ച് വരുമായിരുന്നു. ഞങ്ങളാരും കാണാറുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ വെക്കേഷന് 2 മാസത്തോളം കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് നിന്ന് ഇവർ മുരുകൻ്റെ അനുവാദത്തോടു കൂടി കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അമ്മയെ വിളിച്ച് നിങ്ങളെ കൊണ്ടുപോക്കോളാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇവൾ വന്ന് 2 മാസം കൂട്ടിക്കൊണ്ടുപോയി 2 മാസത്തോളം കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അശ്വതി വന്ന് എല്ലാ മാസം എല്ലാ ആഴ്ചയും കാണുമായിരുന്നു അല്ലേ? ആഴ്ച വന്ന് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ആഴ്ച വന്ന് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ നിങ്ങൾ കോടതി വഴി കുട്ടികളെ കിട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത് അവര്? കുടുംബ കോടതി ഞങ്ങൾ കേസ് കൊടുത്തായിരുന്നു. എന്താ പറയുന്നത്? കുടുംബ കോടതി കേസ് കൊടുത്തു. ഞങ്ങൾ 3 അവധിക്കും പോയായിരുന്നു. 3 അവധിക്കും പോയപ്പോഴും മുരുകനും 3 അവധിക്ക് വന്നില്ല. ഇല്ല. അങ്ങനെ ആയപ്പം കേസ് തള്ളിപ്പോയി. അപ്പോൾ നിങ്ങളുടെ സൈഡിലല്ലേ വരേണ്ടത്? അങ്ങനെ അയാൾ വന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം അത് എറണാകുളത്ത് ഒരു തവണയും വന്നിട്ടുള്ളൂ. അത് അന്ന് അവിടെ കിടന്നുകൊണ്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്കാണ് കുടുംബ കോടതി മാറി. അവിടെ 3 തവണയും ഞാനും മോളും കൂടെ പോയായിരുന്നു. കുടുംബ കോടതി എന്ത് പറഞ്ഞു? കുടുംബ കോടതി ഞങ്ങൾ ഹാജരാകാതെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഞങ്ങളാകുന്നുണ്ട്, മുരുകൻ വരത്തില്ല. അന്നേരം ഞങ്ങളുടെ വക്കീല് പറഞ്ഞ് അവര് വരാത്തോണ്ട് നമ്മുടെ കേസ് തള്ളിപ്പോയി, ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി. കുട്ടികളുടെ സന്തോഷമാണ് അവിടെ. അവർക്ക് സങ്കടമുണ്ട്. അവർക്ക് അവിടെ നിൽക്കുന്നത് താല്പര്യമില്ല. പിന്നെ അവര് പറഞ്ഞു താല്പര്യമില്ല. അവര് പറഞ്ഞു എന്നോട്. അപ്പൊ കുടുംബ കോടതിയിൽ അവർക്ക് പറയാലോ ഞങ്ങൾക്ക് താല്പര്യമില്ല. കോടതിയിൽ കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നിട്ടില്ല മേഡം. ഇപ്പൊ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി തന്നെ പിള്ളേരെ കൊണ്ടുവന്ന് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ പഠിക്കുന്നതെന്ന് പറഞ്ഞ കുട്ടികളെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അന്നേരം അവര് പറയുന്ന അമ്മച്ചി ഞങ്ങൾ അവിടെ വരുമ്പോഴത്തേന് അമ്മച്ചിയുടെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അച്ചായി ഞങ്ങളെ കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളെ അച്ചായി കൊണ്ടുവരാത്തതെന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല, കാരണം അച്ചായി ഞങ്ങളെ നോക്കുന്ന അന്വേഷിക്കുന്നൊന്നുമില്ല. ഇപ്പം അച്ചാമ്മ അപ്പനും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അച്ചായി ഇപ്പം അമ്മച്ചോടുള്ള വാശിക്ക് ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്. ഈ അശ്വതിയുടെ സ്വഭാവത്തിൽ, അത് അമ്മായിമ്മയായിട്ടും ഭർത്താവുമായിട്ടുമുള്ള സ്വഭാവത്തിൽ മാറ്റണമെന്ന് ശാന്തമ്മ വിചാരിക്കുന്നുണ്ടോ? എന്ത് മാറ്റം വരണം അശ്വതിക്ക്? ഭർത്താവിനെ അനുസരിക്കണം. അവന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. മാതാപിതാക്കളെ എന്തോ ഇപ്പൊ നോക്കിയിട്ടില്ലേ? നോക്കാറില്ല. ഇപ്പൊ നോക്കാറില്ല. അല്ല, മുന്നേ പണ്ടൊക്കെ നോക്കിയിട്ടുണ്ട്.
പിന്നെ എന്താ അങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണം ഇവള് അവിടെ വഴക്കുണ്ടാക്കുന്നതാണ് അച്ഛനും അമ്മയും പറയുന്നത്. ഇവള് കാരണമാണ് വഴക്കുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അശ്വതി, 2 കൈ തട്ടാതെ ശബ്ദം വരുമോ? ശരി, നമുക്കിനി അദാലത്തിനോട് ചോദിക്കാം നിങ്ങളുടെ മക്കളെ പറ്റിയും എല്ലാം. ഈ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് അശ്വതിയാണോ കേസ് കൊടുത്തത്? പിള്ളേരുടെ കസ്റ്റഡിക്ക് വേണ്ടി. അത് ആ കേസ് അശ്വതി എല്ലാ ദിവസവും ഹാജരായി കോടതിയിൽ. പിന്നെ എങ്ങനെയാ തള്ളിപ്പോകുന്ന കേസ്? എതിർഭാഗം വന്നില്ലെങ്കിൽ അശ്വതി കേസ് ജയിക്കുകയുള്ളൂ, തള്ളിപ്പോവില്ല. അവിടെ കേസ് തള്ളിപ്പോവാൻ ഞങ്ങൾ വീണ്ടും വീണ്ടും ചെന്ന് അന്വേഷിച്ചായിരുന്നു. ഇല്ല, അത് നിങ്ങൾക്ക് കിട്ടിയ ധാരണ ശരിയല്ല. ധാരണയല്ല, ഞങ്ങളുടെ വക്കീലും പറഞ്ഞു. വക്കീലാണ് പറയുന്നത് നമ്മുടെ അവിടുത്തെ കേസാണ്. ചോദിച്ചു മാഡം, അല്ല, അങ്ങനെ കേസ് തള്ളിപ്പോവില്ല. നിങ്ങൾക്ക് ഗുണമായിട്ട് കേസ് വരുള്ളൂ അവർ വരാതിരുന്നാൽ. ഞങ്ങളുടെ സമുദായവും കരയോഗവും എല്ലാം അവർ വക്കീലിനോട് ഇടപെട്ട് ചോദിച്ചു നോക്കി. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു നിർവാഹമില്ല, കേസ് തീരുന്നുമില്ല, ഇതിന് തീർപ്പൊന്നും ആകാതെ വന്നപ്പോൾ ഞങ്ങൾ വക്കീലിനോട് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഫയൽ തന്നേക്ക്, ഞാൻ ഏറ്റുമാനൂർ കുടുംബ കോടതിയുണ്ട്, അവിടെ കേസ് പിന്നെ കൊടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു, 2014 ജൂലൈ മാസത്തിലായിരുന്നു. അന്നേരം അവർ പറഞ്ഞു സെപ്റ്റംബർ 5 തീയതി അവർ ഹിയറിങ്ങിന് വെച്ചിട്ടുണ്ട്, അന്നേരം ഞങ്ങൾക്ക് ജഡ്ജിയായിട്ട് കയറി നിന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ കേസ് കൊടുക്കുമ്പോൾ ഒന്നേന്ന് തുടങ്ങണമല്ലോ എന്നോർത്ത് വീണ്ടും ഞങ്ങൾ അവർ പറഞ്ഞത് കേട്ടു. സാധാരണ നിങ്ങളാണ് അതിൽ ഒരു പെറ്റീഷണർ അല്ലേ, പരാതി നിങ്ങൾക്കാണ് അതിൽ ദുഃഖമുള്ളത് അല്ലേ, നിങ്ങളാണ് അതിൻ്റെ വേദന അനുഭവിക്കുന്നത്. അതെ. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് ഈ 2 കുട്ടികളും മൈനർമാരാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുട്ടീനെ കാണാൻ ഒന്നുണ്ടെന്ന് പറയില്ല, നിങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടീനെ പെടാൻ നിങ്ങളുടെ സ്നേഹം, അപ്പോൾ ആ സ്നേഹം കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ കീഴ്പ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു വൈകാരികമായിട്ട് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളെ കാണുമ്പോൾ നിങ്ങളുടെ താമസിക്കുന്ന വീട്ടിലെങ്കിലും കൊണ്ട് താമസിക്കുക, ഭർത്താവിൻ്റെ വീട്ടിലല്ലെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആ 2 കുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നിടത്ത് താമസിപ്പിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമേ ആ കുട്ടികളെ നിങ്ങൾ ഏറ്റവും അടുപ്പ്, ഈ കുടുംബ കോടതി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എഗ്രിമെൻ്റ് എന്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ടും പെരുമാറാൻ തീർച്ചയായിട്ടും ആ അമ്മയുടെ കൂടെ ആ കുട്ടികൾ വരുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഒരു കോടതിയിൽ പിന്നെ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റവർ വന്നിട്ടില്ല, മറ്റേ കക്ഷികൾ വന്നിട്ടില്ല എങ്കിൽ എക്സ്പാർട്ടി വിധി എന്ന് പറഞ്ഞാൽ ഈ വരാത്തവർക്കല്ല അനുകൂലിക്കുക, അതുകൊണ്ട് തള്ളിപ്പോകൊന്നും ഇല്ല. അവിടെ എവിടെ ഒരു ചെറിയൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്, അതങ്ങനെ തള്ളില്ല. നിങ്ങൾ ഹാജരായില്ലേ, അപ്പോൾ ഇതൊരു സാങ്കേതികമായ ഒരു കാര്യമാണ്. കാരണം ഇത് നിങ്ങൾ ഹാജരാവുകയും മറ്റവർ ഹാജരാവാത്തത് കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു തള്ളിപ്പോക്കൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള ഒരു സത്യം. അത് നിങ്ങൾ അന്വേഷിക്കാത്തതിൻ്റെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുരുകനോടൊന്ന് സംസാരിക്കാം, ഭർത്താവിനോട്. ഇവർ 2 പേർക്കും ഒരുമിച്ച് താമസിക്കണം എന്നാണ് ഇപ്പോഴും. അപ്പോൾ ഈ പിള്ളേരെ 2 കൊണ്ടുപോകണമെന്നില്ല അവർക്ക്, അതാണ് ഇവർ വിട്ടുവെച്ചിരിക്കുന്നത്. ജീവിതം സാക്ഷി എന്ന ഈ ലോക അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 695034. ടെലിഫോൺ 9847820096.